എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ പറ്റുവച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. നടക്കണ കാര്യമല്ല പറടാ. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. മഹത്തായ ചിന്താഗതി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത സമീപനങ്ങളിൽ ഞങ്ങൾക്ക് അന്നൊന്നും മാറ്റമൊന്നുമില്ല. സത്യമാണോ ഈ പറയുന്നത്? പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഒരു പ്രൊസീജിയറാണ്. ഒരു മുഖ്യമന്ത്രി അത് VD സതീശനായാലും അത് പിണറായി വിജയനായാലും ഒപ്പിടുന്നത് അവരുടെ വ്യക്തിപരമായ ഒപ്പല്ല, സർക്കാരിൻ്റെ ഒപ്പാണ്. സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു കാര്യം വരുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനും പിന്നെ കരാറുകൾ റദ്ദ് ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഇതിനകത്തില്ലേ? അല്ല, അത് അങ്ങനെയല്ല. ഇല്ല, ഇതിനകത്തില്ലേ? അല്ല, അത് അങ്ങനെയല്ല. അറബിക്കടലിൽ നോക്കണോ? അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഈ അങ്ങോട്ട് നോക്കട്ടെ. അവിടെ ഇല്ലേ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ചില വാചകങ്ങൾ എടുത്തിട്ട് ഈ അറബിക്കടൽ എന്നൊക്കെ ചോദിക്കണമായിട്ടുള്ള വർത്താനാണത്. രാഷ്ട്രീയത്തിൽ പറയണത് ഒരു പുസ്തകം കൊണ്ട് ഒരു അറബിക്കടലിൽ അറിഞ്ഞാൽ അവസാനിക്കൂലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. ഞാനിപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട മിനിസ്റ്ററാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ഒരു സമീപനത്തെ ഒറ്റയടിക്കതിൽ നിന്ന് മാറി പോരാൻ കഴിയില്ല. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നന്ദി, നമസ്കാരം. Oh my God.